ജി എസ് ടി ഫയലിങ്ങിൻ്റെ ക്ലാസ്സാണ് നൽകുന്നത്. GSTR1 മന്ത്ലി റിട്ടേൺസ്. GSTR1 എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിൽസ് ബില്ലുകൾ എങ്ങനെ ആഡ് ചെയ്യാം. നമ്മൾ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ടാവും. ഈ വിൽറ്റ ബില്ലുകൾ നമ്മൾ GSTയുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ GST സെയിൽസ് ബില്ലുകൾ ആഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതാണ് GSTR1. ഇതിൽ ബി ടു ബി മീൻസ് ബിസിനസ് ടു ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലോട്ട് പ്രൊഡക്റ്റ് വിറ്റതിൻ്റെ ബില്ലുകൾ ആഡ് ചെയ്യൽ. ബി ടു സി എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമർ. ഒരു ബിസിനസ്സിൽ നിന്ന് കസ്റ്റമറിലോട്ട് പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്കാകുമ്പോൾ അവർക്ക് GST നമ്പർ ഉണ്ടാവില്ല. B2B ആകുമ്പോൾ GST നമ്പർ ഉണ്ടാവും. ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലോട്ട് വിൽക്കുമ്പോൾ ആ ബിസിനസ്സിന് GST നമ്പർ ഉണ്ടാവും. കസ്റ്റമർക്കാകുമ്പോൾ GST നമ്പർ ഉണ്ടാവില്ല. പിന്നെ പറയുന്നത് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ എങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. GSTR1 എന്ന് പറഞ്ഞാൽ സെയിൽസ് ചെയ്ത ബില്ലുകളെ ആഡ് ചെയ്യലാണ്. അത് നമ്മൾ പറയുന്നത് ബിസിനസ് ടു ബിസിനസ്സും ബിസിനസ് ടു കസ്റ്റമറും അതുപോലെ സെയിൽസ് റിട്ടേൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാ മാസം 11-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ ഫയലിംഗ് ഡേറ്റ് വരുന്നത്. എല്ലാ മാസം 11-ാം തീയതി GSTR1 നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യാം, GSTR1 എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ എടുത്തതിന് ശേഷം ഇവിടെ GST ലോഗിൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുക. GST ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ എടുത്തിട്ട് എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക് വരും. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലോഗിൻ GST പോർട്ടൽ ഒരു ലിങ്ക് വരും. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ GSTയുടെ വെബ്സൈറ്റിലോട്ടാണ് പോവുക. അവിടെ നമ്മൾ യൂസർ നെയിമും ഇവിടെ യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ താഴെ കാണിക്കുന്ന ഈ ക്യാരക്ടേഴ്സ്, ലെറ്റേഴ്സ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ സ്ഥാപനങ്ങൾക്കും യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കും. അവരുടെ യൂസർ നെയിമും പാസ്വേഡും തെറ്റാതെ ടൈപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ഇവിടെ കാണിക്കുന്ന നമ്പർ ഇവിടെ മീതെ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ലോഗിൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ യൂസറിലോട്ട് എൻ്റർ ചെയ്യും. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് വരിക. ഇവിടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കും. ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വരും. ഫയൽ റിട്ടേൺസ് എന്ന ഓപ്ഷൻ വരും. ഫയൽ റിട്ടേൺസ് ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഫയൽ റിട്ടേൺസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫയൽ റിട്ടേൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സാമ്പത്തിക വർഷം കൊടുക്കുന്നു, അതിൻ്റെ ക്വാർട്ടർ കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കാണുന്നത് ഒക്ടോബർ ടു ഡിസംബർ എന്നാണ്. അതിൽ ഏത് മാസത്തെ ടാക്സ് ആണോ ഫയൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ GSTR1 ആണോ ഫയൽ ചെയ്യുന്നത്, ആ മന്ത് ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വർഷം സെലക്ട് ചെയ്യുക, ഇവിടെ ക്വാർട്ടർ സെലക്ട് ചെയ്യുക, ഇവിടെ ഏത് മാസത്താണോ ആ മാസം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻസ് വരും. ഇവിടെ GSTR1, GSTR2B, GSTR3B എന്നൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ല, GSTR1 നമ്മൾ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, ഡ്യൂ ഡേറ്റ് 11-ാം തീയതിയാണ്. എല്ലാ മാസം 11-ാം തീയതി ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് വരിക. അതിനു മുമ്പോ നമുക്കിത് ഫയൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഇതാ കാണിക്കുന്നുണ്ട് GSTR1. അത് നമ്മൾ ഫയൽ ചെയ്യണമെങ്കിൽ ഇവിടെ പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. പ്രിപ്പയർ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത വിൻഡോ വരുന്നത് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും. ഇവിടെ ഉണ്ട് B2B ഉണ്ട്, B2C ലാർജ് ഉണ്ട്, B2C സ്മോൾ എമൗണ്ട് ചെറിയ എമൗണ്ടുകൾക്കുള്ളുണ്ട്, B2C ഉണ്ട്. അതുപോലെ റിട്ടേൺസ് ഉണ്ട്, ക്രെഡിറ്റ് നോട്ട്സ് ഉണ്ട്. റിട്ടേൺസ് ക്രെഡിറ്റ് നോട്ട്സ് എന്ന് പറയും. അപ്പോൾ B2B ഇൻവോയ്സ് ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലോട്ട് പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് B2B. B2C എന്ന് പറഞ്ഞാൽ കസ്റ്റമറിലോട്ട്, B2C ബിസിനസ്സിൽ നിന്ന് കസ്റ്റമറിലോട്ട് വിറ്റ ബില്ലുകളെ ആഡ് ചെയ്യാനാണ്. ഇത് ലാർജ് എമൗണ്ട് വേറെ ഇവിടെ വരുന്നുണ്ട്. ദെൻ റിട്ടേൺസ് വരുന്നത് ക്രെഡിറ്റ് നോട്ട്സിലാണ്.
അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ B2B ബില്ലുകൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. B2B ബില്ലുകൾ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ B2B ഇൻവോയ്സ് ഉണ്ടല്ലോ, ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്തൊരു വിൻഡോ വരും. ഇതുപോലൊരു വിൻഡോ ആണ് വരിക. ഇവിടെ നമ്മൾ ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്യുക. ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്താൽ അടുത്ത വിൻഡോ വരുന്നത് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും. ഇവിടെ നമ്മളൊരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലോട്ട് വിറ്റ ബില്ലുകളാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ നമ്മൾ സെയിൽസ് ബില്ല് എടുത്തതിന് ശേഷം അതിൽ ആർക്കാണോ വിറ്റത് അവരുടെ GST നമ്പർ ഇവിടെ ഉണ്ടാവും. അതിവിടെ ടൈപ്പ് ചെയ്യണം. നമ്മളൊരു പ്രൊഡക്റ്റ് വിറ്റത് ആരിലോട്ടാണോ, ഏത് ബിസിനസ്സിലോട്ടാണോ ആ ബിസിനസ്സിൻ്റെ GST നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്ത ഉടൻ തന്നെ ഇവിടെ അവരുടെ പേര് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഇൻവോയ്സ് നമ്പർ, ബിൽ നമ്പറാണ്. നമ്മൾ വിറ്റ ബില്ലിൻ്റെ, സെയിൽസ് ബില്ലിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ഡേറ്റ് കൊടുക്കുന്നു, ഏത് ദിവസമാണ് വിറ്റത്, ആ വിറ്റ ദിവസം കൊടുക്കുന്നു. ടോട്ടൽ എമൗണ്ട്, ആ സെയിൽസിൻ്റെ മൊത്തം എമൗണ്ട് എത്ര, ആ ബില്ലിലുള്ള മൊത്തം എമൗണ്ട് എത്രയാണ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ പേഴ്സൻറ്റേജുകൾ കാണിക്കും, ടാക്സിൻ്റെ പേഴ്സൻറ്റേജുകൾ കാണിക്കും. അപ്പോൾ ആ ബില്ലിൽ വിറ്റത് എത്ര ശതമാനം വരുന്ന ടാക്സ് ആണോ അതിൻ്റെ എഗനിസ്റ്റ് ആയിട്ട്, ഇവിടെ ഇപ്പോൾ 12% ഉള്ളത്. ഈ 12% ആണെങ്കിൽ, ആ ബില്ല് 12% ആ 12%ത്തിന് എഗനിസ്റ്റ് ആയിട്ട് ഇവിടെ വിത്തൗട്ട് ടാക്സ് എമൗണ്ട് ടൈപ്പ് ചെയ്യണം. ടാക്സ് ഇല്ലാത്ത എമൗണ്ട് ടൈപ്പ് ചെയ്യണം. ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടാക്സ് എമൗണ്ട് സെപ്പറേറ്റ് വരും. ഇത് TGST ആണ്, ഇത് SGST ആണ്. ടാക്സ് ഇല്ലാത്ത എമൗണ്ട് ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, വിത്തൗട്ട് ടാക്സ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ മീതെ നമ്മൾ കൊടുത്ത എമൗണ്ട്, ടോട്ടൽ എമൗണ്ട്, ആ ബില്ലിലുള്ള മൊത്തം എമൗണ്ട് ഇൻക്ലൂഡിങ് ടാക്സ് ആണ്. ടാക്സ് അടക്കമുള്ള എമൗണ്ട് ആണ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ടാക്സ് ഇല്ലാത്ത എമൗണ്ട് ആണ്. വിത്തൗട്ട് ടാക്സ് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് CGSTയും SGSTയും ഇവിടെ വരും. ഇത് മൂന്നും കൂടി കൂട്ടിയ എമൗണ്ട് ആയിരിക്കും മീതെ കൊടുത്ത എമൗണ്ട്. അപ്പോൾ വിത്തൗട്ട് ടാക്സ് ടൈപ്പ് ചെയ്യുന്നു. ആ ടൈപ്പ് ചെയ്യുന്നതോട് കൂടി ഇവിടെ CGSTയും SGSTയും വരുന്നു. ഇനി നമ്മൾ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബില്ല് ആഡായി. ഇങ്ങനെ നമ്മൾ എത്ര ബില്ലുകളുണ്ടോ, സെയിൽസ് ബില്ലുകളുണ്ടോ, ആ ബില്ലുകളെല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ പറയുന്നത് B2C ആണ് പറയാൻ പോകുന്നത്. B2C ആകുമ്പോൾ നമ്മളിവിടെ മീതെ കണ്ട സംഭവമാണ് B2C. B2C അതേഴ്സ് ക്ലിക്ക് ചെയ്യുക. B2C അതേഴ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് വരുന്ന സമയത്ത് അടുത്ത വിൻഡോ വരുന്നത് ഇവിടെ ആഡ് റെക്കോർഡ് എന്ന വിൻഡോ വരും. ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ചോദിക്കും. സ്റ്റേറ്റ് കേരള കൊടുക്കുക, ഏത് സ്റ്റേറ്റ് ആണോ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് ടാക്സബിൾ വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ B2C, ബിസിനസ് ടു കസ്റ്റമർ, ഒരുപാട് കസ്റ്റമേഴ്സിന് വിറ്റിട്ടുണ്ടെങ്കിൽ ആ ബില്ലുകളെല്ലാം തന്നെ ആഡ് ചെയ്യുക. ആദ്യം ആ ബില്ലുകളുടെ മൊത്തം എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ 10 സെയിലാണ് നടത്തിയിട്ടുള്ളെങ്കിൽ ബിസിനസ് ടു കസ്റ്റമറിലോട്ട് 10 സെയിൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ 10 സെയിൽസിൻ്റെയും ബിൽ എമൗണ്ടുകൾ, ടോട്ടൽ എമൗണ്ടുകൾ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എല്ലാ 10 ബില്ലുകളും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓരോ ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ല, മൊത്തത്തിലുള്ള എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ എമൗണ്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ റേറ്റ് കൊടുത്ത് എത്ര ശതമാനം ടാക്സ് ആണോ അത് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ആ ബില്ലുകളെ മൊത്തം ആഡ് ചെയ്തിട്ട് അത് എത്ര ശതമാനം ടാക്സ് ആണോ അതിവിടെ ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും സെപ്പറേറ്റ് വരുന്നതായിരിക്കും. ഇനി നമ്മൾ അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇനി ഞാൻ പറഞ്ഞത് റിട്ടേൺസ് ആണ്. റിട്ടേൺസ് എങ്ങനെ ആഡ് ചെയ്യാം, സെയിൽസ് റിട്ടേൺ എങ്ങനെ ആഡ് ചെയ്യാം, സെയിൽസ് റിട്ടേണിൻ്റെ ബില്ലുകൾ എങ്ങനെ ആഡ് ചെയ്യാം. അതിന് നമ്മളിവിടെ ക്രെഡിറ്റ് ഡെബിറ്റ് നോട്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ ക്രെഡിറ്റ് ഡെബിറ്റ് നോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ബിസിനസ് ടു കസ്റ്റമർ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഏത് കസ്റ്റമറിൻ്റെ റിട്ടേൺ ആണോ അവരുടെ GST നമ്പർ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഇവിടെ റിട്ടേൺ ബിൽ നമ്പർ ടൈപ്പ് ചെയ്യുക, ക്രെഡിറ്റ് നോട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. ഇത് റിട്ടേൺ
ചെയ്ത ദിവസം ടൈപ്പ് ചെയ്യുക, ഡേറ്റ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് എന്ന് സെലക്ട് ചെയ്യുക, ക്രെഡിറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ വാല്യൂ, നെറ്റ് എമൗണ്ട്, നെറ്റ് നോട്ട് വാല്യൂ, ഇവിടെ നമ്മൾ എത്ര രൂപയുടെ റിട്ടേൺ ആണോ ആ റിട്ടേൺ ചെയ്ത സംഖ്യ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ സ്റ്റേറ്റ് കേരള എന്ന് കൊടുക്കുക. നമ്മൾ ഏത് സ്റ്റേറ്റിൻ്റെ ആണോ റിട്ടേൺ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നിട്ട് ഇവിടെ ടാക്സുകൾ കാണിക്കും. എത്ര രൂപയുടെ റിട്ടേൺ ആണോ, ഏത് ടാക്സിൻ്റെ റിട്ടേൺ ആണോ ആ ടാക്സിന് എഗനിസ്റ്റ് ആയിട്ട് വിത്തൗട്ട് ടാക്സ് എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യണം. ടാക്സ് ഇല്ലാത്ത എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? ടാക്സുകൾ CGSTയും SGSTയും ഇവിടെ വരും. മേലെ കൊടുക്കുന്ന എമൗണ്ട്, മേലെ നമ്മളിവിടെ കൊടുക്കുന്ന എമൗണ്ട് ഇൻക്ലൂഡിങ് ടാക്സ് ആണ് കൊടുക്കുന്നത്. ടാക്സ് അടക്കമുള്ള സംഖ്യയാണ് അവിടെ കൊടുക്കുന്നത്. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ടാക്സിന് എഗനിസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മളിവിടെ വിത്തൗട്ട് ടാക്സ് എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ CGSTയും SGSTയും ഓട്ടോമാറ്റിക് വരും. ഈ മൂന്നും കൂടി കൂട്ടിയ എമൗണ്ട് ആയിരിക്കും ഈ മീതെ കൊടുത്തിട്ടുള്ള ഈ എമൗണ്ട്. മൂന്നും കൂടി കൂട്ടിയിട്ട് ആഡ് ചെയ്ത എമൗണ്ടാണ് ഇവിടെ വരിക. അങ്ങനെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ട് ഇവിടെ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വരും. ബാക്ക് എന്ന ബട്ടൺ ഉണ്ട് ഇവിടെ. ബാക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബാക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇതുപോലെ വരും. നമ്മൾ ആഡ് ചെയ്ത ബില്ലുകളുടെ എണ്ണം ഇവിടെ കാണിക്കും. ഇവിടെ 17 കാണിക്കുന്നു, ഇവിടെ 1 കാണിക്കുന്നു, ഇവിടെ 1 കാണിക്കുന്നു. നമ്മൾ ആഡ് ചെയ്ത ബില്ലുകളാണ് കാണിക്കുന്നത്. ഇനി സെയിൽസ് റിട്ടേണിൻ്റെ കേസിൽ നമ്മൾ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ, അത് ബിസിനസ് ടു കസ്റ്റമർ ആണെങ്കിൽ ഈ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് ഇതിൽ അൺരജിസ്റ്റേർഡിലാണ് കൊടുക്കേണ്ടത്. അൺരജിസ്റ്റേർഡ് ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ടും അതിൻ്റെ സ്റ്റേറ്റും ടാക്സൊക്കെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ജനറേറ്റ് സമ്മറി എന്ന ബട്ടൺ ഉണ്ടാവും. ജനറേറ്റ് സമ്മറി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ജനറേറ്റ് സമ്മറി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് ടു ഫയൽ സമ്മറി എന്ന ഓപ്ഷൻ വരും. ഒരു ബട്ടൺ വരും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു ഫയൽ സമ്മറി ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത വിൻഡോ വരുന്നത് ഇതുപോലെ ആയിരിക്കും. ഇവിടെ ടോട്ടൽ സെയിൽസ് എമൗണ്ടും അതിൻ്റെ ടാക്സ് ഒക്കെ ഇവിടെ കാണിക്കും. ഇവിടെ ഫയൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫയൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഓതറൈസ്ഡ് സിഗ്നേറ്ററി, ഇവിടെ നമ്മൾ ആരുടെ പേരിലാണോ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത് അയാളുടെ പേര് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഫയൽ വിത്ത് EVC, ഫയൽ വിത്ത് EVC ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡാണ്. EVC ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. ഈ ഫയൽ വിത്ത് EVC ക്ലിക്ക് ചെയ്യാം. ഫയൽ വിത്ത് EVC ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് വന്നിട്ട് ഇവിടെ ഒരു OTP വരും. മൊബൈലിലോട്ട് OTP വരും. ഏത് മൊബൈലിൽ നിന്നാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP ഇവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതോടുകൂടി ഫയലിംഗ് വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ നമ്മൾ വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OTP കൊടുക്കുക. OTP കൊടുത്തതിന് ശേഷം നമ്മൾ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിംഗ് സക്സസ്ഫുൾ എന്ന മെസ്സേജ് വരും. ഫയലിംഗ് സക്സസ്ഫുൾ. എന്നിട്ട് നമ്മൾ OK എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OK എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡാഷ്ബോർഡ് ഉണ്ട്. ആ ഡാഷ്ബോർഡിൽ ഒരു GSTR 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഫയൽഡ് എന്നാണ് കാണിക്കുക. സ്റ്റാറ്റസിൽ കാണിക്കുക ഫയൽ ചെയ്തു. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ഇത് എടുത്ത സമയത്ത് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്തൊരു ഡേറ്റ് കണ്ടിരുന്നു, 11/11 എന്നുള്ള ഡേറ്റ് കണ്ടിരുന്നു. അതിന് പകരം ഫയലിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ OTP കൊടുത്ത് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ OTP കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫയലിംഗ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. അതിനുശേഷം പിന്നീട് ഡാഷ്ബോർഡിൽ GSTR 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുക സ്റ്റാറ്റസ് ഫയൽഡ് എന്ന് കാണിക്കുക. അതായത് ഫയൽ ചെയ്തു, GSTR 1 ഫയൽ ചെയ്തു എന്നാണ് കാണിക്കുക. ഓക്കെ, താങ്ക് യു. GSTR 1 ഫയലിംഗ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.